ധർമ്മരാജന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. വീട്ടുകാരെത്തും മുമ്പേ അക്കി എന്നൊരു നായ്ക്കുട്ടി വന്നു. ഓമനത്തുമുള്ള കുഞ്ഞൻ നായ്ക്കുട്ടി. വീട്ടുകാരെ ആദ്യം വരവേൽക്കാനുള്ള അവകാശം അക്കിയുടേതാണ്. പിന്നാലെ വന്ന ധർമ്മരാജന്റെ ഭാര്യ അനുജ പറഞ്ഞു. മുറ്റത്തൊരു സൈക്കിൾ ബെല്ല് മുഴങ്ങി. 2 കവർ പാലുമായി ചിരിയോടെ പ്രിയതാരം വന്നു. സ്വീകരണമുറിയിലെ സെൽഫിൽ നിറയെ ഉണ്ട് ധർമ്മരാജന് കിട്ടിയ അവാർഡുകളും ചിത്രങ്ങളും. അവയെല്ലാം മനോഹരമായി അടുക്കി വച്ചിരിക്കുന്നു. 1-2 നിമിഷം അവ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ധർമ്മരാജൻ ബോൾഗാട്ടി എന്ന കലാകാരന്റെ വളർച്ചയുടെ ജീവചരിത്രം. VC കുമാരന്റെയും മാധവിയുടെയും മകൻ ധർമ്മരാജൻ. ഇതാണ് എനിക്കൊന്നും പ്രിയപ്പെട്ട മേൽവിലാസം. മുളവുകാടാണ് സ്വദേശം. അച്ഛന് കൂലിപ്പണിക്കായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ. മൈക്ക് അനൗൺസ്മെന്റ് എന്നും എനിക്കൊരു കൗതുകമായിരുന്നു. കുട്ടിക്കാലത്ത് വീടിനടുത്തുള്ള പറമ്പിൽ ഒരു യോഗം നടക്കുന്നു. ഞാൻ മൈക്കിനെ നോക്കി. മൈക്ക് എന്നെയും കണ്ടുകാണും. അനുവാദം എന്നും ചോദിച്ചില്ല. നേരെ എടുത്തങ്ങ് അനൗൺസ് ചെയ്തു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പ്രിയ നേതാവ്, നാടിൻ പൊന്നോമന. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റം. പിന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് പകൽ മുഴുവനും അനൗൺസ്മെന്റ്, രാത്രി പോസ്റ്റർ ഒട്ടിക്കൽ, ചുവരെഴുത്ത്, അങ്ങനെ രസകരമായ പരിപാടികൾ. സംസ്ഥാന അംഗമായിരുന്നു ഞാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു ഞാൻ. എനിക്കിൻ്റെ കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളോ കളർ പെൻസിലുകളോ ഒന്നുമില്ലാതെ കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടേത്. എങ്കിലും ഒന്ന് മാത്രം സമൃദ്ധമായിരുന്നു: വായന. അച്ഛൻ ധാരാളം വായിക്കും. പുസ്തകം വാങ്ങിത്തരും. 10 പുസ്തകം വായിച്ചാൽ 10 വരിയെങ്കിലും എഴുതാമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഇടയ്ക്കിടെയുള്ള പറയുന്നത്. 2018 പ്രളയത്തിൽ എൻ്റെ വീടിൻ്റെ ആദ്യത്തെ നില വെള്ളത്തിനടിയിലായി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഞാൻ വീട്ടിൽ നിറഞ്ഞിറങ്ങിയിരുന്നു. എല്ലാം ഒന്ന് ഒതുങ്ങി തിരികെ വന്നപ്പോൾ വീട്ടിലുള്ളതെല്ലാം വെള്ളത്തിലും ചെളിയിലും കുതിർന്ന് കിടക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ കണ്ടത്. എനിക്കത് സഹിക്കാനായില്ല. ഞാൻ കരഞ്ഞുപോയി. ഇഷ്ടത്തോടെ ഓടിപ്പോയി ആവർത്തിച്ച് വായിക്കുന്ന പുസ്തകങ്ങളായിരുന്നു ആ പുസ്തകങ്ങളെല്ലാം. M. മുകുന്ദനാണ് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ഇന്നസെന്റും മാമുക്കോയുമുള്ള സെറ്റിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇക്കയോട് പലതും പറഞ്ഞു. കൂട്ടത്തിൽ മുകുന്ദന്റെ എഴുത്തിനോടുള്ള ഇഷ്ടവും പറഞ്ഞു. ഇന്നസെന്റേട്ടൻ ഇക്കയെ ഒന്ന് നോക്കി. പിന്നെയും പലതും പറഞ്ഞിരുന്നതിനിടെ ആരെയോ ഫോണിൽ വിളിച്ച് ഇക്ക സംസാരിച്ചിരുന്നു. പിന്നെ എൻ്റെ നേരെ ഫോൺ നീട്ടി. മുകുന്ദനാണ്, നീ സംസാരിച്ചോ? എനിക്കാണെങ്കിൽ കയ്യും കാലും വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും ആവേശത്തിൽ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ, വാചകങ്ങൾ, കഥാപാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് മിണ്ടി. ഞാൻ നിർത്തുവോളം അദ്ദേഹത്തെ കേട്ടിരുന്നു എന്നത് എന്നെ ഓർമ്മയിലെ ഏറ്റവും വലിയ സന്തോഷം. മാധവിക്കുട്ടിയുമായും വളരെ അടുപ്പമായിരുന്നു. അമ്മ ഈയിടയ്ക്ക് ഫ്ലാറ്റിലേക്ക് വിളിക്കും. ചായ ഉണ്ടാക്കി തരും. ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും. വലിയ സ്നേഹമായിരുന്നു അമ്മയ്ക്ക് എന്നോട്. ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ ചേർത്തിണക്കി പുതിയ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാനിപ്പോൾ. സ്കൂളിൽ ഞാനും മറിമായത്തിലെ പാരിജാതനും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് സ്കിറ്റുകൾ അവതരിപ്പിക്കും. എഴുത്തിലൂടെയാണ് ഞാൻ കലാരംഗത്തേക്ക് കടന്നു വന്നത്. അഭിനയം എത്രത്തോളം വഴങ്ങുമെന്നും എനിക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും എഴുത്തിൽ നല്ല വിശ്വാസമുണ്ട്. 1994 മുതൽ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോഴും പിസാരടി ഒറ്റയ്ക്ക് നിന്നപ്പോഴും ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ജീവൻ വീഴുന്നത്. ധർമ്മരാജനും പിസാരടിയും എന്നു പറയുമെങ്കിലും ഈ 2 പേരുകൾ മാത്രം ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ സൗഹൃദാലയം പിസാരടി. ധർമ്മരാജൻ എന്നൊരു കോംബോ എങ്ങനെയോ രൂപപ്പെട്ടു. വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നായിരുന്നു ആ സുബി. ഞങ്ങളുടെ അവസാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവളെ യാത്രയാക്കി ഞാൻ കൊല്ലത്തേക്ക് പോയി. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഞാൻ വിളിച്ചു. അനു വന്നു. അടുത്തുള്ള അമ്പലത്തിൽ പോയി താലി കെട്ടി. ചെറിയ വാടക വീട്ടിൽ ജീവിതം തുടങ്ങി. തിരക്കിനിടയിൽ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല. 16 വർഷത്തിന് ശേഷമാണ് ഇതൊന്ന് രേഖയിലാക്കാമെന്ന് തോന്നിയത്. വൈഗ 10ലും വേദ 9ലുമാണ്. അങ്ങനെ മക്കളെ സാക്ഷിയാക്കി പുണൂർ പള്ളി ക്ഷേത്രത്തിൽ താലി കെട്ടി. അനുവിന് 2ാമത്തെ വിവാഹ ചടങ്ങാണ് കൂടുതൽ ഇഷ്ടമായെന്ന് തോന്നുന്നു. കാരണം അതിന് എല്ലാവരുടെയും ആശീർവാദവും സമ്മതവും ഉണ്ടായിരുന്നു. വിശേഷം പറഞ്ഞു തീർന്ന് ഫാമിലി ഫോട്ടോയ്ക്കായി എല്ലാവരും ഒന്നിച്ചിരുന്നു. ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അക്കി നുഴഞ്ഞു കയറി ഫ്രെയിമിൽ ഇടം പിടിച്ചു.
ഇപ്പോഴാണ് പെർഫെക്റ്റ് ഫാമിലി ഫോട്ടോ ആയത്. സിനിമയുടെ അവസാനം ശുഭം എന്നാണ് എഴുതി കാണിക്കും പോലെ ധർമ്മരാജന്റെ കമന്റ്. ചിരി ഒപ്പിട്ട ആ ഫ്രെയിം മനസ്സിലും ക്യാമറയിലും പതിഞ്ഞു.